ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. അതും സൗർജൽ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ ഓൾ ബട്ടണും കൂടി ഒന്ന് നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻ്റ് എല്ലാം എന്നെ അറിയിക്കണം. ലൈക്കും ഷെയറും ചെയ്യാനും മറന്നു പോകരുത്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാം. എങ്കിൽ ഇനി സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ? ഞാനിതാ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സൗർജലാണ്. ഇതിന് ഇനി മറ്റെന്തെങ്കിലും പേര് പറയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി ഇതൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. കുരുവൊക്കെ കളയാം, പക്ഷേ തൊലി കളയണമെന്നില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നുറുക്കി കിട്ടിയാൽ മതി. ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും ഈ പുഡിങ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം പാലാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു അരിപ്പയിൽ അരിച്ച് മാറ്റി ഇതുപോലെ ഒരു പാത്രത്തിൽ മാറ്റാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസോളം ഞാൻ പാല് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് എന്നൊക്കെ പറയുമ്പോൾ 1 കപ്പ് കണക്കാക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്പോളം പിസ്തയുടെ കളറും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെറും ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കളറ് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൽ കുറച്ച് പാല് ഒഴിച്ച് ഇതുപോലെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുത്താൽ മതി. കോൺഫ്ലവറിന് പകരം നമുക്ക് ചൈന ഗ്രാസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലവർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി അടുപ്പിൽ വെച്ചിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. തിളപ്പിക്കണമെന്നൊന്നുമില്ല. ഒന്ന് നന്നായി ചൂടായി വരുന്ന ഈ സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്താൽ മതി. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇനി കോൺഫ്ലവർ കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതൊന്ന് നന്നായി കുറുകി വരണം. അതുവരെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഞാനിപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് ഒരു ജെല്ലി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത്. ഇളക്കുന്ന സമയത്ത് ഇളകുന്നതൊക്കെ കാണാം. ജെല്ലി പോലെ ആയിട്ടുള്ളത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നന്നായിട്ട് തിക്കിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയിൽ അങ്ങനെ കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ അതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. പുഡിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ പുഡിങ്ങും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വായയിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നത് പോലെ ഉള്ള ഒരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിതുപോലെ ഒഴിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇപ്പോൾ മുകളിൽ കുറച്ച് തണുത്തെങ്കിലും അടി തണുത്ത് കാണില്ല. ഇത് ഞാൻ മുമ്പിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടും. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം ആണ് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ച് തന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കാനാണ് ഈ പുഡിങ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.